സമസ്ത എ.പി. വിഭാഗം അടക്കം വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെ മറുപടിയുമായി വൈറൽ ഇൻസ്റ്റാ താരങ്ങൾ. ബാല്യത്തിൽ തന്നെ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ ചരിത്ര വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നാണ് ചോദ്യം. സിയാന്റെ അകാല വളർച്ച വൈകല്യം എന്നാണ് എ.പി. വിഭാഗം യുവജന വിഭാഗം മുഖവാരിക റിസാല വിമർശിച്ചത്. നമ്മളൊക്കെ ചർച്ചയല്ലേ സഖാക്കളെ. നമ്മളിന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോ ആകെ കുടുങ്ങി. കുട്ടിയെ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ മലാല യൂസുഫ്സായി ഉണ്ടാവോ? 6ാം ക്ലാസ്സിൽ സമരത്തിനോടിയ ഭഗത് സിംഗ് ഉണ്ടാവോ? നമ്മളെ ചാക്കുവേറെ ഉണ്ടാവോ? സിയ സൂസൻ സാം വിവരങ്ങളുമായി ചേരുകയാണ്. സിയ, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടികൾ ഈ വീഡിയോ പങ്കുവെക്കുകയും അത് വലിയ വിവാദമൊക്കെ ആകുകയും അല്ലെങ്കിൽ വലിയ ചർച്ചയൊക്കെ ആകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ സമസ്തയുടെ വിമർശനം വന്നത്. അതായത് ഈ കുട്ടിക്ക് അകാല വളർച്ചയാണ് എന്നുള്ള രീതിയിൽ, അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അതിന് ഇപ്പോൾ കുട്ടികൾ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. കുട്ടികൾ രാഷ്ട്രീയം പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്തായാലും കുട്ടികൾക്ക് വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുമുണ്ട്. എന്താണ് അവരുടെ പുതിയ വീഡിയോയിൽ അവർ പറയുന്നത്? സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ തരംഗമായി മാറിയ ഒന്നായിരുന്നു ഈ തിരൂർ സ്വദേശി മുഹമ്മദ് സിയാന്റെയും കൂട്ടുകാരുടെയും കുട്ടി സഖാക്കൾ എന്ന് പറഞ്ഞുള്ള ആ ഒരു വീഡിയോ. അതിൽ കുട്ടികൾ സ്വന്തം അധ്വാനത്തിലൂടെ ഒരുക്കിയ പാർട്ടി ഓഫീസും അതേപോലെ തന്നെ ബാലസംഘ ഭാരവാഹികളെയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറയുന്നത്. അതിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ PA മുഹമ്മദ് റിയാസ് തുടങ്ങി നിരവധി നേതാക്കൾ അഭിനന്ദനങ്ങളുമായി എത്തിയിരുന്നു. അതിനുശേഷം 4 മണിക്കൂറിനകം ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 മില്യൺ കാഴ്ചക്കാരെയും ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ വീഡിയോയ്ക്ക് വൻ സ്വീകാര്യത ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അക്കൗണ്ട് അപ്രത്യക്ഷമായി. അത് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് നടപടിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും അക്കൗണ്ട് പൂട്ടിയത് മെറ്റയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഔദ്യോഗികമായ ഒരു വിശദീകരണമൊന്നും ആ സമയത്ത് വന്നിരുന്നില്ല. അതേസമയം അക്കൗണ്ട് നഷ്ടപ്പെട്ടതിൽ കുട്ടി സഖാക്കൾക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല. ചെങ്കൊടി ഞങ്ങളുടെ മനസ്സിലാണുള്ളത്, ഇനിയും പുതിയ വീഡിയോകൾ ചെയ്യുമെന്നൊക്കെ അവരന്ന് പറഞ്ഞിരുന്നു. അതിനിടെയാണ് ഈ കുട്ടി സഖാവ് മുഹമ്മദ് സിയാന്റെയും അതേപോലെ തന്നെ രക്ഷിതാക്കളെയും വിമർശിച്ചുകൊണ്ട് സമസ്തയുടെ ഈ വിദ്യാർത്ഥി വിഭാഗമായ ഈ SSFന്റെ ഒരു മുഖപത്രം റിസാലയിൽ ഒരു ലേഖനം വന്നിരുന്നു. മുഹമ്മദ് സിയാന് ശിക്ഷണം നൽകണമെന്നാണ് അതിൽ പറയുന്നത്. സിയാൻ എന്ന ഒരു 13-കാരന്റെ സംസാരത്തിൽ നിറയുന്ന ഈ അകാലം മുതിർച്ച പരിഹരിക്കപ്പെടേണ്ട ഒരു വൈകല്യം പോലെയാണെന്നാണ് അവരത് പറയുന്നത്. അതുപോലെ കൃത്യമായ ശിക്ഷണത്തിലൂടെ സിയാന് ഒരു കുട്ടി ആവേണ്ടതുണ്ടെന്നും ആ ഒരു ലേഖനത്തിൽ പറയുന്നു. അതേപോലെ കുട്ടി സഖാവ് എന്ന അക്കൗണ്ട് മെറ്റ പൂട്ടിയത് അത് അവരുടെ തീരുമാനമാണെന്നൊക്കെയാണ് അവർ അതിനകത്ത് പറയുന്നത്. അതേപോലെ സിയാദിന്റെ കവിളിൽ കുത്തി കരയിക്കാതെ മുതിർന്നവർ ഇക്കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിങ്ങനെ പോകുന്നു ഈ റിസാലയുടെ ഈ ഉപദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം തുടർന്ന് ഇങ്ങനൊരു ഇത് വന്നതിന് ശേഷം തുടർന്ന് ഈ ലേഖനത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ കുട്ടി സഖാക്കള്. നമ്മുടെ രാഷ്ട്രീയം അത് അവർ ആ വീഡിയോയ്ക്കകത്ത് തുടങ്ങുന്നത് തന്നെ നമ്മൾ ആകെ ചർച്ചയായി. അതേപോലെ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞപ്പോഴേക്കും ആകെ കുടുങ്ങി. അതേപോലെ കുട്ടികൾ രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇങ്ങനെ മലാല യൂസുഫായി ഉണ്ടാകുമോ? അതേപോലെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമരത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഒരു ഭഗത് സിംഗ് ഉണ്ടാകുമോ? അതുപോലെ ഒരു ചെഗുവേര ഉണ്ടാകുമോ എന്നാണ് ഈ കുട്ടി സഖാക്കൾ ആ ഒരു വീഡിയോയിലൂടെ ചോദിക്കുന്നത്. സ്വാതി.